കേരളത്തിലെ PSCയിൽ വരുന്ന വേക്കൻസി മാത്രം എന്തിനാണ് ഈ സങ്കുചിത ചിന്താഗതിയായിട്ട് ഈ യുവജനങ്ങൾ നടക്കുന്നത്? സ്റ്റാഫ് സെലക്ഷനിൽ ലക്ഷമാണ് സങ്കുചിതം അവരുടെ. അല്ല, PSCയിൽ വേക്കൻസി വരുന്നത് ഏതാണ്ട് 25,000 വേക്കൻസി ഒരു കൊല്ലം വരുള്ളൂ. അതുമായിട്ട് പാരലായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ യുവാക്കൾക്ക് അവസരമില്ല എന്ന് പറയുകയാണ്. യുവാക്കൾക്ക് അവസരമില്ല എന്ന് പറയുകയാണ്. സ്റ്റാഫ് സെലക്ഷനിൽ 50 ലക്ഷം ജീവനക്കാരുണ്ട് സെൻട്രൽ ഗവൺമെന്റിൽ. വർഷം 1 ലക്ഷത്തോളം വേക്കൻസി വരുന്നുണ്ട്. ബാങ്കിംഗ് മേഖലകളിൽ ലക്ഷക്കണക്കിന് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തില് ഈ PSC മറ്റൊക്കെ പരീക്ഷ എഴുതും? അല്ല, PSC അതല്ല സാർ, PSC വേക്കൻസി മാത്രം നോക്കി സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള ചോദ്യം ഇവിടെ വരേണ്ട കാര്യമില്ല. അതാണ് ചോദ്യം. PSCയിലെ വേക്കൻസി നോക്കിയിട്ട് സർക്കാർ ജീവനക്കാരന്റെ പെൻഷൻ പ്രായം കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള ചോദ്യം തെറ്റാണത്. ചേട്ടൻ സർക്കാർ ജീവനക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ല, ഇദ്ദേഹം പറഞ്ഞ കണക്ക് തെറ്റാണ്. നടക്കുന്നില്ല. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ 50 ലക്ഷം പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമനം നടക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ എപ്പോഴേ ഇല്ലാതായനെ. PSC എത്ര നിയമനം നടക്കുന്നുണ്ടോ? കുറച്ചു പേരുടെ പെൻഷൻ കൂട്ടണോ കൂടലേക്കാൾ ഉപരി ഇവിടെ ശരിക്കും വന്നിട്ടുള്ള ഇഷ്യൂ അൺഎംപ്ലോയ്മെന്റ് ആണ്. അത് എങ്ങനെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ് കൂടുതലും ചർച്ച ചെയ്യേണ്ടത്. ഇത് കുറച്ചു പേർക്ക് ഒരു കിട്ടുന്ന നമ്മുടെ നാട്ടിലെ ഒരുപാട് തൊഴിലവസരം കൂട്ടാനുള്ള സാഹചര്യം ഉണ്ട്. തീർച്ചയായിട്ടും അത് സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവരെയും NPS-ന്റെ കീഴിലേക്ക് കൊണ്ടുവന്നുണ്ട്. ഇപ്പോ നാഷണൽ പെൻഷൻ സ്കീമിൽ അവർക്കും അംഗമാകാം, എല്ലാവർക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കർഷകൻ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? ഈ പെൻഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ സർക്കാർ ജോലി അട്രാക്ഷൻ ആയിട്ട് നിൽക്കുന്നത്. ഈ പെൻഷൻ ഈ പറയുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും കൊടുക്കാമല്ലോ. ഇപ്പൊ പങ്കാളിത്ത പെൻഷനല്ലേ ഇപ്പൊ നിലനിൽക്കുന്നത്. അപ്പൊ ആർക്കും ചെയ്യാമല്ലോ. അപ്പൊ അത് സർവ്വസാധാരണമാക്കണം. സാമൂഹിക സുരക്ഷയാണ്. കഴിഞ്ഞ LDF ഗവൺമെന്റ് ഒരു സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ കഴിയണം. അവരുടെ പ്രായം വർദ്ധിക്കുക, ഏജിങ് ആണ്. പല സ്റ്റേറ്റുകളും അങ്ങോട്ട് കടന്നു പോവാണ്. അപ്പൊ അവർക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു ബൗണ്ട് ആൻഡ് ഡ്യൂട്ടി അത് സർക്കാരിൽ നിക്ഷിപ്തമാണ്. സർക്കാർ കൈകാര്യം ചെയ്യണം. അഡ്രസ് ചെയ്യാത്ത, അതായത് നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ വിശ്വസിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. അതേസമയം ഈ പ്രായം ഉയർത്തുന്നതിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ അഭിപ്രായം അല്ലേ? പ്രായം ഉയർത്തുന്നതിൽ ഒരേ അഭിപ്രായത്തിലേക്ക് എത്തുന്നത് ഈ സാഹചര്യം ഈ സാഹചര്യങ്ങൾ രാജ്യത്തെല്ലായിടത്തും പെൻഷൻ പ്രായം 62 65 ആണ്. കേരളത്തിൽ മാത്രം 56 നിൽക്കുന്നു. അതാണ് ബോർഡ് ഓഫ് കണ്ടൻഷൻ. ഞാൻ റിട്ടയർ ചെയ്യുന്നതല്ല. ആപേക്ഷികമായി സംസാരിക്കരുത്. അങ്ങനെ വിശാലമായ ഒരു പെർസെപ്റ്റേജിൽ സംസാരിക്കൂ. ഒരു കൊല്ലം പെൻഷൻ പ്രായം കൂട്ടിയാല് ആ ഒരു വർഷത്തേന് പിന്നെ അപ്പോയിന്റ്മെന്റ് നടക്കുകയല്ലോ. അപ്പൊ അത്രയും പേർക്ക് പിന്നെ ഒരു വർഷം കൂടെ കാത്തിരിക്കാനല്ലേ പറയുന്നത്? അതെ ഇവർക്ക് നോക്കണ്ടല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.